ചുഴലിക്കാറ്റിൽ ഏറ്റവും പുതിയ പേരാണ് റിമാൽ. പശ്ചിമ ബംഗാളിൽ കരതൊട്ട റിമാൽ ചുഴലിക്കാറ്റ് നിരവധി നാശനഷ്ടങ്ങളാണ് വിതച്ചത്. പശ്ചിമ ബംഗാളിന് പുറമെ അസം, മേഘാലയ, മണിപ്പൂർ, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലും മുന്നറിയിപ്പുണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യത്തെയും പോലെ ചുഴലിക്കാറ്റിന്റെ പുതിയ പേര് ഇത്തവണയും ചർച്ച ചെയ്യപ്പെടുകയാണ്. അറബി ഭാഷയിൽ മണൽ എന്നർത്ഥം വരുന്ന പേരാണ് റിമാൽ. ഒമാനാണ് ഈ ചുഴലിക്കാറ്റിന് പേരിട്ടത്. ഇങ്ങനെ കരയിലെത്തുന്ന ഓരോ ചുഴലിക്കാറ്റുകളും വ്യത്യസ്ത പേരുകളിലാണ് അറിയപ്പെടുന്നത്. എന്നാൽ ചുഴലിക്കാറ്റിനെ എന്തിനാണ് ഇങ്ങനെ പേരിട്ട് വിളിക്കുന്നതെന്നും ആരാണ് ഇതിന് പേരിടുന്നതെന്നും മിക്കവർക്കും അറിയാത്ത കാര്യമാണ്. നിങ്ങൾ വിചാരിക്കും കാലാവസ്ഥാ മുന്നറിയിപ്പും പ്രവചനവും അനുസരിച്ച് പെട്ടെന്നായിരിക്കും ചുഴലിക്കാറ്റുകൾക്ക് പേരിടുന്നതെന്ന്. എന്നാൽ അങ്ങനെയല്ല. ഓരോ തവണ വീശിയടിക്കുന്ന ചുഴലിക്കാറ്റുകളുടെ പേരുകൾക്ക് പിന്നിലും കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷനും UN-ന്റെ എക്കണോമിക് ആൻഡ് സോഷ്യൽ കമ്മീഷൻ ഫോർ ഏഷ്യ ആൻഡ് ദി പസഫിക്കും ചേർന്നാണ് ചുഴലിക്കാറ്റുകൾക്ക് പേരിടുന്ന സംവിധാനം ആരംഭിക്കുന്നത്. 185 അംഗങ്ങളുള്ള ശക്തമായ UN ഏജൻസിയാണ് WMO. ഏഷ്യയിലെയും കിഴക്കൻ ഏഷ്യയിലെയും സാമ്പത്തിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി UN എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിൻ്റെ അധികാര പരിധിയിലുള്ള ഒരു പ്രാദേശിക കമ്മീഷനാണ് ESCAP. ചുഴലിക്കാറ്റ് നീങ്ങുന്ന സ്ഥലങ്ങളുടെ അക്ഷാംശവും രേഖാംശവും ഒക്കെ സൂചിപ്പിച്ച് നൽകുന്ന മുന്നറിയിപ്പുകൾ കേട്ടാൽ സാധാരണക്കാരന് മനസ്സിലാകാത്തതിനെ തുടർന്നാണ് പേര് നൽകാമെന്ന ആശയത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ വടക്കേ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ അനുഭവപ്പെടുന്ന ചുഴലിക്കാറ്റിൻ്റെ മുന്നറിയിപ്പും ദുരന്ത നിവാരണവും മനസ്സിലാക്കി 1972 WMO ട്രോപ്പിക്കൽ സൈക്ലോണുകളെ കുറിച്ചുള്ള പാനൽ സ്ഥാപിച്ചു. ബംഗ്ലാദേശ്, ഇന്ത്യ, മാലദ്വീപ്, മ്യാൻമർ, ഒമാൻ, പാകിസ്ഥാൻ, ശ്രീലങ്ക, തായ്ലൻഡ് എന്നിങ്ങനെ 8 അംഗരാജ്യങ്ങളായിരുന്നു ESCAPയുടെ ആദ്യ പാനലിൽ ഉണ്ടായിരുന്നത്. 2000 മസ്കറ്റിൽ നടന്ന 27ാം സെഷനിൽ ബംഗാൾ ഉൾക്കടലിലെയും അറബിക്കടലിലെയും ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾക്ക് പേരുകൾ നൽകാൻ പാനൽ സമ്മതിക്കുകയും അംഗരാജ്യങ്ങളുടെ ശുപാർശകളോടെ അന്തിമ പട്ടിക തയ്യാറാക്കുകയും ചെയ്തു. 2004 ചുഴലിക്കാറ്റുകൾക്ക് പേരിടാനുള്ള നടപടിക്രമത്തിന് അംഗീകാരം ലഭിക്കുന്നത്. 2018 ഇറാൻ, ഖത്തർ, സൗദി അറേബ്യ, UAE, യമൻ എന്നീ രാജ്യങ്ങൾ കൂടി പാനലിൽ അംഗങ്ങളായി. ഇതോടെ ESCAPയിൽ 13 അംഗങ്ങളാണുള്ളത്. 2020 13 രാജ്യങ്ങളിൽ നിന്നുള്ള നിർദ്ദേശങ്ങളോടെ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾക്കിടാനുള്ള 169 പേരുകളുടെ പുതിയ പട്ടിക കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കി. ഭൂമിയെ 9 മേഖലകളാക്കി തിരിച്ചാണ് ചുഴലിക്കാറ്റുകൾക്ക് പേരിടുന്നത്. വടക്കൻ അറ്റ്ലാന്റിക്, കിഴക്കൻ നോർത്ത് പസഫിക്, സെൻട്രൽ നോർത്ത് പസഫിക്, പടിഞ്ഞാറൻ നോർത്ത് പസഫിക്, വടക്കൻ ഇന്ത്യൻ മഹാസമുദ്രം, തെക്ക് പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രം, ഓസ്ട്രേലിയൻ, തെക്കൻ പസഫിക്, തെക്കൻ അറ്റ്ലാന്റിക് എന്നിവയാണ് ഈ മേഖലകൾ. അറ്റ്ലാന്റിക് ദക്ഷിണ അർദ്ധഗോളത്തിൽ, അതായത് ഇന്ത്യൻ മഹാസമുദ്രം, ദക്ഷിണ പസഫിക് ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾക്ക് അക്ഷരമാലാ ക്രമത്തിലാണ് പേര് നിർദ്ദേശിക്കുന്നത്. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകളുടെ മുന്നറിയിപ്പുകൾ നൽകാനും പേരുകൾ നൽകാനും 6 പ്രാദേശിക വിദഗ്ധ കാലാവസ്ഥാ കേന്ദ്രങ്ങളും 5 ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രങ്ങളുമാണ് ഉള്ളത്. ബംഗാൾ ഉൾക്കടലും അറബിക്കടലും ഉൾപ്പെടെ വടക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വികസിക്കുന്ന ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകാറുള്ളത് ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻ്റാണ്. ചുഴലിക്കാറ്റിന് പേരുകൾ നിർദ്ദേശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നൽകുന്ന പേരുകൾ നിഷ്പക്ഷമായിരിക്കണം. അതായത് ജാതി, മത, വർഗ, വർണ്ണ, രാഷ്ട്രീയ, ലിംഗ വേർതിരിവുകൾ ഇല്ലാത്ത പേരുകൾ വേണം നിർദ്ദേശിക്കാൻ. ലോകത്ത് ഒരാളുടെ പോലും വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതോ പരുഷമോ ക്രൂരമോ ആയ സ്വഭാവമുള്ള പേര് ആകരുത്. വളരെ ചെറുതും ലളിതമായി ഉപയോഗിക്കാൻ കഴിയുന്നതുമാകണം. ഒരു പേരിന് പരമാവധി 8 അക്ഷരങ്ങളാണ് അനുവദിച്ചിട്ടുള്ളത്. അതുപോലെ പേരുകൾ ആവർത്തിക്കാനും പാടില്ല. ഓരോ രാജ്യവും പേരിനൊപ്പം ഉദ്ദേശിക്കുന്ന ഉച്ചാരണം വോയിസ് ഫയലാക്കി സമിതിക്ക് നൽകണം. ഈ പറഞ്ഞ നിയമങ്ങളെല്ലാം പാലിച്ച് നിർദ്ദേശിക്കുന്ന പേരുകളിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് ട്രോപ്പിക്കൽ സൈക്ലോൺ പാനലാണ്.